64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മീഡിയ വിഷൻ സ്പെഷ്യൽ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള നാദാപുരത്തെ മികച്ച ക്യാമ്പസ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ്. എല്ലാവിധ യൂണിഫോമുകളും മിതമായ നിരക്കിൽ. ബിസ്മി സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ് നാദാപുരം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് നാദാപുരത്തിന്റെ കയ്യൊപ്പ്. മിഷൻ ഫിറ്റ്നസ് അൽ മസാക്കീൻ ആർക്കേഡ് നാദാപുരം. നിങ്ങളുടെ വീടിന് പുതിയൊരു ലുക്ക്, താങ്ങാവുന്ന ബഡ്ജറ്റിൽ. ആർക്കിഫിക്സ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, കസ്തൂരിക്കുളം നാദാപുരം. വർഷങ്ങളായി മാപ്പിള കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ കലാകാരനാണ് പ്രിയപ്പെട്ട അബ്ദുള്ള എടരിക്കോട്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഈ വർഷം 4 ഒപ്പനകളാണ് അബ്ദുള്ളയുടേതായിട്ട് ഈ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഏതായാലും മാപ്പിള കലയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് അബ്ദുള്ളക്കുള്ളത്. മാപ്പിള കലയെക്കുറിച്ച് അല്പകാര്യങ്ങൾ അബ്ദുള്ളയോട് നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ഏതെല്ലാം സ്കൂളിലാണ് നിങ്ങൾ പരിശീലനം കൊടുത്തത്? ഞാൻ പഠിച്ച സ്കൂൾ എടരിക്കോട് PKMHS. അവിടെ നിന്ന് ഇപ്രാവശ്യം ഹൈസ്കൂൾ ഒപ്പനയും ഹയർ സെക്കൻഡറി ഒപ്പനയുണ്ട്. അതുപോലെ തന്നെ മണ്ണാർക്കാട് DHS നെല്ലിപ്പുഴ, അവിടുന്ന് ഹൈസ്കൂള്. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചാലക്കുടി, അവിടെ നിന്നും ഒപ്പനയുണ്ട് ഹയർ സെക്കൻഡറിയിൽ. 4 ഒപ്പനയാണ് ഇപ്രാവശ്യം ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. ഈ ഫീൽഡിൽ എത്ര വർഷമായി അബ്ദുള്ള? ഞാൻ 94 മുതൽ സ്കൂൾ കലോത്സവത്തിൽ വന്നതാണ്. 8, 9, 10 കലോത്സവങ്ങളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിന്നറായിരുന്നു. അതിനുശേഷം 97 മുതൽ ഞാൻ പരിശീലന വേഷത്തിലുണ്ട്. 2000 മുതൽ സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം വാങ്ങിക്കൊടുക്കുന്ന എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. വട്ടപ്പാട്ടിലും പരിശീലനം? വട്ടപ്പാട്ടാണ് എൻ്റെ മെയിനായിട്ട്. വട്ടപ്പാട്ടായിരുന്നു. വട്ടപ്പാട്ട് എടരിക്കോട് PKMHS മാത്രം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 14 തവണ എടരിക്കോട് PKMHS, 1 തവണ DHS നെല്ലിപ്പുഴക്കും, 1 തവണ തഴവ ഗവൺമെന്റ് മോഡൽ സ്കൂൾ കരുനാഗപ്പള്ളി, അങ്ങനെ 16 തവണ സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. മാപ്പിള കലകൾ ആ പരമ്പരാഗതമായിട്ടുള്ള ആ ശൈലിയിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ള ഒരു ആരോപണങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആരോപണം ശരിവെക്കുന്ന രൂപത്തിലാണെന്ന് കലോത്സവങ്ങളിലൊക്കെ മാപ്പിള കലകൾ വന്നുകൊണ്ടിരിക്കുന്നത്. വട്ടപ്പാട്ടാണെങ്കിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു തനിമ ഇപ്പോൾ വട്ടപ്പാട്ട് തീരെ കാണുന്നില്ല. വിരലിലെണ്ണാവുന്ന 2 or 3 ടീമുകൾ മാത്രമാണ് യഥാർത്ഥ വട്ടപ്പാട്ടിലേക്ക് കളിക്കുന്നത്. ഇപ്പോൾ വരുന്ന വട്ടപ്പാട്ടൊക്കെ പറഞ്ഞാൽ നമ്മുടെ മദ്രസ കലോത്സവത്തിൽ ദഫ് കളീൻ്റെ ഒരു ശൈലിയിലേക്കാണ് ഇതിൻ്റെ പാട്ടുകൾ കടർത്തിട്ട് വരികൾ, പുതിയ രചനകൾ വരുന്നതെന്നല്ലാതെ അതിൻ്റെ യഥാർത്ഥ വിരുദ്ധം ഒക്കെ പറയുമ്പോൾ കുറച്ച് പുട്ടിൽ തേങ്ങട്ടമാര് 1-2 പീസുകൾ മാത്രം കൊടുത്തുകൊണ്ടാണ് ഇന്ന് കലോത്സവത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ഒപ്പനയിലും ഒരുപാട് പുതുമ, തനിമയുള്ള പുതുമ ആവാം. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് അത്യാവശ്യമാണല്ലോ. പക്ഷെ അതല്ലാതെ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയിട്ട് പല ഇതിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ കലയെ ഒരുപാട് വികൃതമാക്കിയിട്ടുണ്ട്. ചുവടുകളിലുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ല. ഇപ്പോൾ ഒപ്പനക്കൊക്കെ ഇപ്പോൾ പുതിയ ഇന്നലെ തന്നെ ജഡ്ജ്മെന്റ് പരാമർശിച്ചെന്ന് വെച്ചാൽ ഓവർ മേക്കപ്പ്, അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിലൊക്കെ കുറേ മാറ്റങ്ങൾ, പുതുമ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? സ്റ്റെപ്സിൽ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ തനിമയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. പക്ഷെ അത് ഒതുക്കിയിട്ട് നമ്മൾ ചായൽ പാടുമ്പോൾ ചായൽ എന്ന് പറഞ്ഞാൽ തന്നെ പതിഞ്ഞത് എന്നുള്ളതാണ്. അത് ചായൽ എന്താണെന്ന് ഇപ്പം ചായത്തിൽ ദ്രുതഗതിയിലുള്ള താളങ്ങൾ സ്റ്റെപ്പുകൾ കൊടുത്തു വരുന്നത് കാണുന്നുണ്ട്. അതിനോട് ഒട്ടും നമ്മൾ യോജിക്കുന്നില്ല. പിന്നെ ശൈലിയിൽ തന്നെ ഇത് പെൺകുട്ടികളാണ് കളിക്കുന്നത്. അതിൻ്റെ ഒരു ഒതുക്കവും ഡ്രസ്സിങ്ങിലായാലും പിന്നെ കളിയിലായാലും വേഷവിധാനത്തിലൊക്കെ അതിൻ്റെ ഒരു തനിമ നിലനിർത്തുന്നതിൽ ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. സത്യം. ഏതായാലും മാപ്പിള കലയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അത് പരിശീലിപ്പിക്കണം, അത് സ്റ്റേജുകളിൽ പ്രകടിപ്പിക്കണം എന്നാണ് അബ്ദുള്ള പറയുന്നത്. ഏതായാലും അബ്ദുള്ളയുടെ ടീമിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്.